അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയാൻ വയ്യ. കാര്യം പറയണ അത് ഞാൻ എങ്ങനെ പറയൂടാ നിന്റെ അടുത്ത്? വണ്ടി എല്ലാം കൊണ്ട് തട്ടിയാ അതിനെന്താ വണ്ടി ആകുമ്പോ തട്ടും. എവിടെയാ തട്ടിയത്? എഞ്ചിനളായി പോയാ? അയ്യോ അതിലല്ല, ബാക്ക് സൈഡില്. ബാക്ക് ഇടിച്ച് മറിച്ച്. ഇല്ലല്ലോ, മറിഞ്ഞില്ല. ഏത് ഈ ഇത്തിരി പോലെ പെയിന്റ് പോയതാ? പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? എന്ത് കാര്യം? കാറിന്റെ അകത്ത് കുത്തി മറിഞ്ഞ EMI ഇപ്പോഴും അടച്ചോണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു ഒരു വിഷമ. 4 ടയറോടെ ഉണ്ടാണ്. ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. എന്തേലും പറയടാ. വണ്ടി എന്ത് ചെയ്യും? ഇതിപ്പോ നമുക്ക് എനിക്ക് അറിയുന്ന പയ്യനായി പോയി. വണ്ടിയൊക്കെ ആകുമ്പോ തട്ടേ മുട്ടയൊക്കെ ചെയ്യും. എന്റെ വണ്ടി അടി ചെവിക്ക് ഞാൻ പൊട്ടിച്ചാ വേണ്ട. എണ്ണ തീർന്നു. എണ്ണയില്ലാതാണോ മൊണ്ണ ചേസിന് ഇറങ്ങുന്നത്? ഞാൻ അറിഞ്ഞോ ക്ലൈമാക്സിന് മുമ്പ് ചേസ് വരുമെന്ന്? എടാ ചുമ്മാതാണോടാ തന്റെ ഭാര്യ വേറെ ആവശ്യം ഉണ്ടാക്കാൻ പോയത്? മൊണ്ണേ മൊണ്ണേ. സോറി, പെട്ടെന്ന് എൻ്റെ ഭാര്യ പോയെന്നൊരു തോന്നല് തോന്നി. ഷോക്കടിപ്പിക്കല്ലേ. നീ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ മാത്രമല്ല, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. വെള്ളക്കൂലി 4 മില്യൺ രൂപ. അയ്യോ, അതിലൊക്കെ വന്നാ? പിന്നല്ലാണ്ട് നിങ്ങളിപ്പോ സെലിബ്രിറ്റീസ് അല്ലേ? പിന്നെ ക്ലിനിക്കിനൊരു കൊളാ വിട്ട് തരണം. താമരമാണെങ്കിൽ നീ വെച്ചോ, അഡ്വാൻസ് ആയിട്ട്. എടാ, ഇവളുടെ ഭർത്താവ് വിചാരിച്ചു വെച്ചേക്കുന്ന ഞാൻ ഇവളും തമ്മിൽ അഭിഹിതത്തിലാന്നാ. ഡോക്ടറോട് കള്ളം പറയുന്നത്. സാർ വരാവോ? എന്നാ പോയിട്ട് പിന്നെ വരാം. ഇങ്ങ് വരൂ. അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ കായ പറിക്കാൻ വേണ്ടി ഇങ്ങോട്ടാരും വരാറില്ല. അളിയ ഒന്ന് ഫാൻ ഇടളിയാ, ചൂടെടുക്കണേ. അളേ, ഞാൻ എൻ്റെ കാര്യം പറയാൻ വിചാരിച്ചാണ്. നീ ജോൾസിനെ കാണാം കേട്ടാ. അല്ലേ കിട്ടാത്ത മുന്തിരി. എനിക്കിങ്ങനെ പറഞ്ഞ മുന്തിരിയല്ല, പാടം എടുത്ത് വായി കുത്തി കയറ്റി. കറണ്ട് പോയപ്പോ നല്ല വൈബല്ലേ? ഡാർക്ക് മോഡ് പണ്ട സീനാണേ. എന്തേലും ഒരു സാധനം ഉണ്ട്, അതെല്ലാവരും ഉണ്ട് മുന്നേ. അച്ഛാ, അവനും അമ്മ ഇന്ന് വരൂലാന്ന്. തറവാട്ടിൽ പോയി അമ്മൂമ്മയെ കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. തന്നെയാടാ. അവരെ കാണാത്തോണ്ട് അച്ഛന് നല്ല വിഷമമുണ്ടല്ലേ? പിന്നല്ലാണ്ട് ഈ ചൂടത്ത് ആൾക്കാർ അവിഞ്ഞിരിക്കുമ്പോഴേ KBCD-ക്കാര് കറണ്ട് കട്ടിയൂലേ? കറണ്ട് കട്ടിയപ്പോ അവർക്കൊരു സുഖം കിട്ടൂല. ആ സുഖം എനിക്കിപ്പോ. നീ എന്തൊരു പറയണത്? ഞാൻ എന്തൊരു ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ഭാര്യ, പറഞ്ഞ കേൾക്കാത്ത ഒരു മോൻ. ഒരു മോനല്ല 2 മക്കളുണ്ട്. നീ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് മാറിയെന്ന് നീ കൂടെ കുട്ടി ഞാൻ പറയാം. നിന്നെ പോലുള്ള ലെവൽ അതിൽ ഇഷ്ടമെന്ന് പറയോ? പൂ വേണോ? 100 രൂപ ഉള്ളു. 100 രൂപ എടുക്കാനില്ലേ? എടാ 10 രൂപയുടെ പൂ ഞാൻ 100 രൂപയ്ക്ക് വിറ്റ് തന്നിട്ടുണ്ട്. ബാക്കി പൈസ എടു. തരാടാ ചേട്ടാ. ചേട്ടനെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. സോറി, ഞാൻ എല്ലാ പെൺകൊച്ചിനെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അവള് കയ്യിൽ നിന്ന് പോവാണെങ്കിൽ ഞാൻ കുട്ടിക്കൊരു ചാൻസ്. പിന്നെ ചോത്താക്കാളിയാ പച്ച തക്കാളിയാ? കളറില്ല തന്നെ എടുത്തോ. നല്ല ചുവപ്പ് വേണോ ഇളം ചുവപ്പ് വേണോ? ഒരു മീഡിയത്തിൽ പിടിച്ചോ. വലിയ തക്കാളിയാണോ ചെറിയ തക്കാളിയാണോ? ഏതെങ്കിലും ഒക്കെ എടുത്തു വാടോ. പിന്നെ 550 ഗ്രാം ഉണ്ട്, 500 ഗ്രാമിന് ആക്കണം. സ്കൂള് വിട്ടാ നേരെ വീട്ടിലേക്ക് പോരണം കേട്ടോ. നേരെ വരാൻ പറ്റുവല്ല, വഴി വളഞ്ഞാ കിടക്കണ. ഉണ്ണിക്കുട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. എല്ലായിടത്തും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകളാ. അക്കാര്യത്തിൽ പേടിക്കണ്ട, അവനെ അറിയാവുന്നവരാരും കൊണ്ടുപോകുകയല്ല. അറിയാത്തവരാണെങ്കിലോ? അറിയാത്തവൻ അറിഞ്ഞോളും. കോളേജിൽ പഠിക്കാൻ നേരത്ത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അത് നീ എഴുതിയും വെച്ചിട്ടുണ്ട് ബാത്റൂമിന്റെ പിറകെ. അതിന്റെ തരാൻ ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട്. ശിവരാമൻ ലവ് ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും മെന്റൽ ഇൽനെസ് ഉണ്ടോ? പുള്ളിയുടെ അച്ഛന് ചെറിയൊരു വട്ടം ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അയാൾ മരിച്ചുപോയി. ഇതായി
ഒന്നുമില്ല പോ. നീ ഇത് പിടിച്ച് പിന്നെ അവള് വരും. ഉള്ളത് പറയാലടാ, ഞാൻ ഒരു പഴഞ്ചൻ ചിന്താഗതിക്കാരനാണ്. ഇങ്ങനെയൊന്നുമല്ല നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു അവസരവാദിയും കൂടിയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം ഉറക്കെ വിളിച്ച് പറയും, വീട്ടിലിരിക്കുമ്പോൾ മാത്രം. പുറത്തിറങ്ങി പറഞ്ഞ അടിയിട്ടോന്ന് അറിയാല്ലേ? അറിയണം, അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. പക്ഷെ മറ്റുള്ളവർ കേൾക്കരുതെന്ന് മാത്രം.